ഓരോ ദിവസത്തെയും നിങ്ങളുടെ ജീവിതശൈലിയിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും മെച്ചപ്പെട്ടതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങളുടെ എല്ലാ ദിവസവും മെച്ചപ്പെട്ടതാക്കാൻ ചെയ്യേണ്ട 10 കാര്യങ്ങൾ. നോബഡി എവർ മാസ്റ്റേർഡ് എനി സ്കിൽ എക്സെപ്റ്റ് ത്രൂ ഇന്റൻസീവ് പെർസിസ്റ്റന്റ് ആൻഡ് ഇന്റലിജന്റ് പ്രാക്ടീസ്. അമേരിക്കൻ എഴുത്തുകാരനായ നോർമൻ വിൻസെന്റ് പീലെയുടെ വാക്കുകളാണിവ. തീവ്രമായ, നിരന്തരവും ബുദ്ധിപരവുമായ പരിശീലനത്തിലൂടെ അല്ലാതെ ആരും ഒരു കഴിവും നേടിയിട്ടില്ല. എല്ലാ മനുഷ്യരും വളരെ ഉയർന്ന നിലയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്ത ചിന്താഗതിക്കാരും പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവരും വ്യത്യസ്ത അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരുമാണ്. അവർ ഭൂതകാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വർത്തമാനകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകളും ആകുലതകളുമുള്ളവരുമാണ്. ഓരോരുത്തരുടെയും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാണ് അവരെ മെച്ചപ്പെട്ടതും അല്ലെങ്കിൽ മോശപ്പെട്ടതുമായ ജീവിതാവസ്ഥയിലേക്ക് നയിക്കുന്നത്. നാം ദിവസം തോറും മാനസികമായും ശാരീരികമായും നിരവധി പ്രതിസന്ധികളെ നേരിടുന്നവരാണ്. ഓരോ ദിവസവും നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നു. എല്ലാ മനുഷ്യർക്കും എല്ലായ്പ്പോഴും സന്തോഷത്തോടെ മാത്രം ജീവിക്കാനാവില്ല. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടാവാം, വിട്ടുകൊടുക്കലുകൾ ഉണ്ടാവാം, നഷ്ടപ്പെടലുകൾ ഉണ്ടാവാം. എന്നാൽ അവയെല്ലാം നേരിടാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് കഠിനമായ പ്രയത്നമുണ്ടാകണം. നാം എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം പ്രതിഫലവും നമുക്ക് ലഭിക്കും. അതിനായി ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റുകളും, ഓരോ സെക്കൻഡുകൾ പോലും നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവുമുള്ള നമ്മുടെ പ്രയത്നം നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അമേരിക്കൻ സംരംഭകനും എഴുത്തുകാരനുമായ ഇമ്മാനുവൽ ജെയിംസ് റോൺ ഓരോ ദിവസവും മെച്ചപ്പെട്ടതാക്കാനുള്ള 10 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പട്ടിക നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹം തന്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തം ഭാവനയിൽ രൂപപ്പെടുത്തിയ ഒരു പട്ടികയാണിത്. ഒന്നാമതായി അദ്ദേഹം നമ്മോട് പറയുന്ന കാര്യം ലേൺ ദ പവർ ഓഫ് പർപ്പസ്. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മുടെ ശക്തി പ്രയോഗിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അതായത് ഭൂതകാലത്തിലെ ചില മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കെത്താൻ ഒരു തടസ്സമായി നിന്നേക്കാം. എന്നാൽ കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്കെത്താൻ നമ്മെ സഹായിക്കും. തീവ്രമായ ആഗ്രഹവും കഠിന പ്രയത്നവും ചിട്ടയായ ജീവിതശൈലിയും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഭാവിയിലെ നിങ്ങളുടെ ജീവിതം ഉയർന്ന ഗതിയിലാക്കണമെങ്കിൽ വർത്തമാനകാലത്തിൽ നിരവധിയായ പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിലെ ശക്തമായ ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ആത്മാവും നിങ്ങളുടെ ആശയങ്ങളും ഒന്നിച്ച് വളരെ ഊർജത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ സമയം ക്രമീകരിക്കുകയും പഠനത്തിനാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും പോസിറ്റീവായി ചിന്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. രണ്ടാമതായി പറയുന്നത് സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിന്റെ അനിവാര്യതകളാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസമാണ് ജീവിത വിജയത്തിന്റെ ശക്തി. സ്വയം പരിശോധനയിൽ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാതെ കഴിവില്ലായ്മ എന്ന തോന്നലിനെ സ്വന്തം കഴിവിലുള്ള വിശ്വാസം കൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് നല്ല വ്യക്തിബന്ധങ്ങൾ വളർത്താൻ ശ്രമിക്കുക. നല്ല ബന്ധങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മികച്ചതാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും ലഭിക്കുന്ന പ്രോത്സാഹനം നമ്മുടെ ആത്മവിശ്വാസത്തെ ഉയർത്താൻ സഹായിക്കും. എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സന്നദ്ധതയാണ് നമുക്ക് വേണ്ടത്. ആത്മവിശ്വാസമുണ്ടാകുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മുകളിൽ ഉയരാനുള്ള പ്രാപ്തിയിൽ നിന്നാണ്. അതിനാൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളെ ഒഴിവാക്കി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള സന്നദ്ധത നിങ്ങൾ കൈവരിക്കുമ്പോൾ ആത്മവിശ്വാസം വളരുകയും വെല്ലുവിളികളെ നേരിടാൻ നിങ്ങൾ പ്രാപ്തരാവുകയും ചെയ്യും. മൂന്നാമതായി എന്തൂസിയാസം. ഓരോ പ്രവൃത്തിയും നാം വളരെ താൽപര്യത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. എളുപ്പമുള്ള ജോലികളെക്കാൾ കഠിനമായ ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നമ്മൾ നാളത്തെ ദിവസം മികച്ചതാക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ തലേ ദിവസം രാത്രിയാകാം. അതിനർത്ഥം ആ ദിവസത്തെ നമ്മുടെ പ്രവൃത്തികളെ നാം വളരെ ഗൗരവമായി കാണുന്നു എന്ന് തന്നെയല്ലേ? അപ്പോൾ ആ ദിവസത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ടൈം ടേബിൾ നാം തയ്യാറാക്കുന്നു.
അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് അനിവാര്യമാണ്. ഓരോ തയ്യാറെടുപ്പുകളും ഓരോ മുന്നൊരുക്കങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്കൂളിൽ 5ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നില്ല. നമുക്കറിയാം, നിരവധിയായ പാഠഭാഗങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ ഉന്നത വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന്. ഒടുവിൽ അത്രയും വർഷങ്ങളുടെ പരിശീലന ഫലമായി നാം 10ാം ക്ലാസ് പരീക്ഷയിലേക്ക് പ്രവേശിക്കുന്നു. അത് നമുക്ക് നല്ലൊരു വിജയം സമ്മാനിക്കുന്നു. ദി ടിപ്പിംഗ് പോയിന്റ് എന്ന പുസ്തകത്തിന്റെ ഓഡിയോ സംഗ്രഹം ഞാൻ കേട്ടത് കുക്കു എഫ്എമ്മിലൂടെയാണ്. ജീവിതത്തിൽ ദുരന്തമെന്ന് നാം കരുതുന്ന പല കാര്യങ്ങളും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനമായി മാറുന്നതെങ്ങനെയെന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണ് ദി ടിപ്പിംഗ് പോയിന്റ്. 4. എക്സ്പെർട്ടൈസ്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നാം പരമാവധി ഉത്സാഹത്തോടെ തന്നെ ചെയ്യുക. എനിക്ക് എത്രത്തോളം മികച്ചതാകണമോ അത്രയേറെ നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ ഉയർന്ന മൂല്യബോധമുള്ള ഒരു വ്യക്തിയായി തീരുക. നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും നിയമങ്ങൾ പഠിക്കുകയും സത്യസന്ധതയോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ ബഹുമാനിതനാകുന്നു. അറിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുകയോ പുസ്തകങ്ങൾ വായിച്ച അറിവ് നേടുകയോ ചെയ്യുക. അത് നമ്മെ കൂടുതൽ എക്സ്പെർട്ടാക്കും. പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കുമ്പോൾ അവ നമ്മെ വിജയത്തിലേക്ക് നയിക്കും. 5ാമത്തെ കാര്യം, പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ എന്നാൽ നമ്മളെ തന്നെ പാകപ്പെടുത്തുക അല്ലെങ്കിൽ രൂപപ്പെടുത്തുക എന്നാണ്. ശരിയായ തയ്യാറെടുപ്പുകൾ ജീവിതത്തിലെ 80% പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കുന്നു. ഉചിതമായ തയ്യാറെടുപ്പുകളില്ലാത്ത ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. 6ാമത്തെ കാര്യമാണ് സെൽഫ് റിലയൻസ്. ശുഭാപ്തി വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ. നാം നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിച്ചറിയുക. അതിനായി നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. സ്വയം ബഹുമാനിക്കാൻ ശ്രമിക്കുക. 2. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നല്ല മനുഷ്യരും നാം മോശപ്പെട്ടവരുമാണെന്ന് ചിന്തിക്കാതിരിക്കുക. 3. സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാതിരിക്കുക. 4. ചെയ്യുന്ന പ്രവൃത്തികളിൽ സംതൃപ്തി കണ്ടെത്തുക. 5. ജീവിതത്തിൽ പ്രതീക്ഷ ഉളവാക്കുക. 6. ഭൂതകാലത്തിലെ നല്ല കാര്യങ്ങളെ മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക. 7. ഏത് പ്രതിസന്ധിയും നേരിടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക. ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇമേജ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രണ ചുമതലയുള്ള ഒരാളുടെ ചിത്രം നമുക്കുണ്ടാകണം. അത് നമ്മുടെ ഐഡന്റിറ്റിയെ രൂപപ്പെടുത്തുന്നതാണ്. നമ്മുടെ സംസാര രീതി, വസ്ത്രധാരണം, പഠിക്കാനുള്ള നമ്മുടെ കഴിവ്, ചിന്താശൈലി, മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണാനുള്ള നമ്മുടെ കഴിവ്, ഇതെല്ലാം നമ്മുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. എപ്പോഴും ചുറ്റുമുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി ജീവിക്കാൻ ശീലിക്കുക. അത് നമുക്ക് ഒരു യുണീക്ക് ഐഡന്റിറ്റി പ്രദാനം ചെയ്യും. നമ്മുടെ ഇമേജ് എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചെടുക്കുന്നതിനായിരിക്കണം. അങ്ങനെ നമ്മുടെ ചിത്രം ആളുകളിൽ എപ്പോഴാണോ ആകർഷിക്കപ്പെടുന്നത് അവിടെ നമ്മുടെ വിജയത്തിന് ഒരു തുടക്കമുണ്ടാകുന്നു. 8. ക്യാരക്ടർ. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണാനുള്ള നമ്മുടെ മൈൻഡ് നല്ല ഒരു സ്വഭാവത്തെ നിർവചിക്കുന്നു. നാം ഏതൊരു കാര്യത്തെ അഭിമുഖീകരിച്ചാലും അതിലൊരു പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും ഉണ്ടാകും. നാം ഒരു ഒപ്റ്റിമിസ്റ്റിനെ പോലെ ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. ശുഭാപ്തി വിശ്വാസികളായ ആളുകൾ ജീവിതത്തിൽ സജീവവും വ്യാപൃതരുമായി തുടരുന്നു. കാരണം കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ അവർക്ക് സഹിഷ്ണുത കാണിക്കാൻ കഴിയും. അത് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിന്റെ മൂല്യവത്തായ വശങ്ങളാണ് സ്വഭാവ സവിശേഷതകൾ. എല്ലാവർക്കും നല്ലതും ചീത്തയുമായ സ്വഭാവങ്ങളുണ്ട്. നല്ല സ്വഭാവം വളർത്തിയെടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആശ്രിതത്വം അഥവാ ഡിപെൻഡബിലിറ്റി, ദയ അഥവാ കൈൻഡ്നെസ്, സഹാനുഭൂതി അഥവാ എമ്പതി, ധൈര്യം അഥവാ കറേജ്, സമഗ്രത അഥവാ ഇന്റഗ്രിറ്റി, സ്വയം അവബോധം അഥവാ സെൽഫ് അവെയർനെസ്. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള 9ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് സെൽഫ് ഡിസിപ്ലിൻ. എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ഉപയോഗപ്രദവുമായ കഴിവുകളിലൊന്നാണ് സ്വയം അച്ചടക്കം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവാണിത്. സ്വയം അച്ചടക്കമെന്നാൽ ആത്മനിയന്ത്രണം എന്നാണ് അർത്ഥം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സ്വയം അച്ചടക്കം പ്രധാനമാകുന്നതെന്ന്? 1. സ്വയം അച്ചടക്കം നമ്മെ പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നു. 2. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നു. 3. പ്രചോദനവും സഹനശക്തിയും പ്രദാനം ചെയ്യുന്നു. 4. മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനിതനാവുന്നു. 10ാമതായി അദ്ദേഹം നമ്മോട് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്നാണ്. അതായത് നാം എല്ലായ്പ്പോഴും
ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. സാധാരണ രീതിയിൽ ജീവിക്കുന്ന നമ്മൾ പലപ്പോഴും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകാറില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന മുൻവിധിയോടെ കാര്യങ്ങളെ നോക്കിക്കാണാതെ അവ ചെയ്യാൻ ധൈര്യപ്പെടുക. എപ്പോഴും കഠിനാധ്വാനം ചെയ്യുകയും സ്വപ്നം കാണുകയും സ്വയം തയ്യാറാവുകയും ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ ഇരിക്കുകയും വേണം. ഒരു കാര്യത്തെ നാം സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും അത് കൂടുതൽ തയ്യാറെടുപ്പുകളോടും കഠിനമായ പരിശ്രമത്തോടും കൂടി ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചുറ്റുമുള്ളവരിൽ നിന്നും വ്യത്യസ്തതയോടെ കാര്യങ്ങൾ മികച്ചതാക്കാൻ നമുക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാകണം. ആ കഴിവിനെ പരമാവധി വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും വേണം. ജെയിംസ് റോണിന്റെ ഓരോ ദിവസവും മെച്ചപ്പെട്ടതാക്കാനുള്ള ഈ 10 കഴിവുകളുടെ ലിസ്റ്റ് നമുക്ക് ഉപയോഗപ്രദമാണ്. ഈ കഴിവുകളെ നാം സ്വയം സജീവമാക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്വയം മികച്ചതായി ഓരോ ദിവസവും മെച്ചപ്പെട്ടതാക്കുവാൻ, ഉയർന്ന നിലവാരമുള്ള ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കും. അതിനാൽ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ശ്രമിക്കുക.